കാണാൻ വേണ്ടി പോയിട്ടുള്ളത്. അദ്ദേഹം ഈ ചർച്ചയ്ക്ക് ശേഷം വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞത്, മുസ്ലിം ലീഗ് നേതാക്കൾ ഞങ്ങൾക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. ഈ ഐക്യദാർഢ്യം എന്ത് കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് അവരാണ് വിശദീകരിക്കുന്നത്. കാരണം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഹി ഇഷ്യൂ വന്ന അന്നു മുതൽ ഇന്ന് വരെ എല്ലാ ചർച്ചകളിലും സംവാദങ്ങളിലും ആ ഭൂമി 404 ഏക്കർ വഖഫ് അല്ലേ അല്ല, അതൊരു ഗിഫ്റ്റാണ്, അത് അവർക്ക് മറിച്ചു വിൽക്കാവുന്നതാണ്, അവിടെ മറ്റാളുകൾക്ക് താമസിക്കാവുന്നതാണ്, റിസോർട്ട് കെട്ടാവുന്നതാണ് എന്ന് പ്രയോഗിച്ചില്ല എന്നേ ഉള്ളൂ. അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ടുപോയി ബിഷപ്പിന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചു എന്ന് ബിഷപ്പ് പറയുന്നത്. അദ്ദേഹം വലിയൊരു മത നേതൃത്വത്തിൽ ഇരിക്കുന്നയാളാണ്, കളവ് പറയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സോളിഡാരിറ്റി ഈ റിസോർട്ട് മാഫിയക്ക് വേണ്ടിയുള്ളതാണോ, വഖഫ് ഭൂമി അന്യായമായി കയ്യേറ്റം ചെയ്തതിനെ പിന്തുണച്ചുകൊണ്ട് ഉള്ളതാണോ എന്ന് വ്യക്തമാക്കേണ്ടത് അദ്ദേഹമാണ്. ഇങ്ങനെ സോളിഡാരിറ്റി പ്രഖ്യാപിക്കുന്ന പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മുഹമ്മദ് ഷാഹിയും ഉൾപ്പെടെയുള്ളവർ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം.